ഫുൾ ഫുൾ കംപ്ലീറ്റ്ലി ഇത് തന്നെയാണോ, വേറെ എന്തെങ്കിലും അല്ല വേറെ ഒന്നും ആവണ്ട, എനിക്ക് ഇത് തന്നെ മതി, അത്രേ ഉള്ളൂ. ഞാനൊരു സെഗ്മെന്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, എനിക്കതിൽ സംസാരിക്കണ്ട, സോങ്ങിലൂടെ റിപ്ലൈ തന്നാൽ മതി. മനസ്സിലായോ? സംഭവം കിട്ടിയോ? ഞാൻ ഒരു സീൻ പറയാം, ആ സീൻ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി ഏതാ സോങ് ഓർമ്മ വരുന്നത്. സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം, ഇതാണ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ പെട്ടെന്ന് ഏത് സോങ് ആണോ മനസ്സിൽ വരുന്നത് അത് പ്ലേ ചെയ്താൽ മതി. ആ ഇപ്പം ഒരു എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും പറയാം, ഇപ്പൊ ഒരു ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ ഏത് സംഭവം വരുന്നോ അത് അപ്പൊ തന്നെ പ്ലേ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ ഹാപ്പി സോങ് പ്ലേ ചെയ്യാം, സിറ്റുവേഷൻ അനുസരിച്ച് പ്ലേ ചെയ്താൽ മതി. ഓക്കെ. സ്റ്റേജിൽ കയറിയിട്ട് വയലിൻ വായിക്കുന്ന സമയത്ത് നോട്ട് തെറ്റിപ്പോയി, മനസ്സിൽ വരുന്ന സംഭവം പ്ലേ ചെയ്തു. ആഹാ, ഇത്രയുള്ള പരിപാടി. അടിപൊളി. ഇപ്പം ഈ വയലിനോട് ഏറ്റവും ദേഷ്യ അനിയത്തിക്കാണല്ലോ. അതായത് ഇത് സംഭവം പരിപാടി, അനിയത്തി ഇതെടുത്ത് ഒളിപ്പിച്ചങ്ങ് വെച്ചു, തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല, മനസ്സിലൂടെ പ്ലേ ചെയ്യുന്ന സംഭവം കൊണ്ട് പ്ലേ ചെയ്തത്. അതടിപൊളി. ഓക്കെ, പേയ്മെന്റ് വന്നു. നാളെ മാത്സിന്റെ എക്സാം ആണ്. ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ. അതാ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, മിസ്മാര് ചിലപ്പോ. ഓക്കെ, ഇനി ഫുൾ ഇതൊരു മീമായിട്ട് കാണണേ. അങ്ങനത്തെ ഒരു സംഭവം, SSLCയുടെ റിസൾട്ട് വന്നു. ചിലപ്പോ ജയിച്ച എന്ത് ചെയ്യും? ചിലപ്പോഴോ എന്തായാലും ജയിക്കൂലേ? ചിലപ്പോ ജയിച്ച എന്ത് ചെയ്യൂന്ന്, എന്തായാലും ജയിക്കത്തില്ലേ? ആ അപ്പൊ ജയിച്ചു, ജിങ്കാലാലയാ ഇട്ടോ കോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലോ. ആ ഫുൾ A+. ഫുൾ A+ഓ? ഒരുപാട് സ്റ്റേജസ് ഇപ്പൊ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, എണ്ണിട്ടുണ്ടോ എപ്പോഴെങ്കിലും എത്ര സ്റ്റേജ് പ്രോഗ്രാംസ് ആയി എന്നൊക്കെ? തുടക്കത്തിലെ കുഞ്ഞു പ്രായത്തിലൊക്കെ എണ്ണി നോക്കുമായിരുന്നു, പക്ഷെ കണക്ക് തെറ്റും അവസാനം. എന്നാലും ഒരു ഏകദേശമൊക്കെ ഊഹിക്കാൻ പറ്റുമെങ്കിൽ? ഇപ്പൊ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല എനിക്ക്. അത്രത്തോളം സ്റ്റേജ് പെർഫോമൻസ് ആയിട്ടുണ്ട്. ഇപ്പൊ പേടിയുണ്ടോ സ്റ്റേജിലൊക്കെ കയറുന്ന സമയത്ത്? ആ പേടി എന്ന് പറഞ്ഞ സംഭവമൊക്കെ കംപ്ലീറ്റ്ലി മാറിയോ? പേടി ഇങ്ങനെ സ്റ്റേജ് കയറുമ്പില്ലേ, സംസാരിക്കുമ്പോ ഉണ്ടാവും. സംസാരിക്കുമ്പോണ്ട്. അപ്പൊ ഇവര് പ്ലേ ചെയ്യുന്നതിനേക്കാളും എപ്പോഴെങ്കിലും മൈക്കൊക്കെ തന്നു കഴിഞ്ഞാൽ ആ പേടി വരുന്നല്ലേ? ചിലപ്പോ സ്റ്റേജിൽ വരത്തില്ലായിരിക്കും, ചിലപ്പോ സ്റ്റേജിലാകുമ്പോ വരത്തില്ല. ബിക്കോസ് അവരായിട്ട് ഓഡിയൻസിന്റെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും എന്റെ പേടി. ഏറ്റവും എൻജോയ് ചെയ്തൊരു സ്റ്റേജ് പെർഫോമൻസ് ഏതായിരിക്കും ഈ റീസെന്റ് ഡേയ്സ് നോക്കുകയാണെങ്കിൽ? അത്ര അടിപൊളി ഓഡിയൻസ് ആയിട്ടുള്ള. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേജിലും അവര് തരുന്ന സപ്പോർട്ടാണ്, എല്ലാ സ്റ്റേജും ഒരേപോലെയൊക്കെ തന്നെയാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. പക്ഷേ കൂടുതലായിട്ട് ഇതുവരെ വൈക്കം ചെമ്പില് ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയില് ആ റീലാണ് മറ്റേ കൊക്കരക്കോ പ്ലേ ചെയ്താലോ നമുക്ക്? സ്കൂളിലൊക്കെ ഇപ്പൊ എങ്ങനെ, സ്റ്റാർ ആണോ? ഈക്വൽ ആയിട്ട് എല്ലാവരും കാണാം, പക്ഷെ അങ്ങനെയൊന്നുമില്ല. സ്റ്റുഡന്റ് അല്ലേ. എന്നാലും ഒരു
കുഞ്ഞു ചേഞ്ച് ഒക്കെ ഉണ്ടാവുമല്ലോ നേരത്തേനേക്കാളും ഇപ്പോ കുറെ കൂടെ ആളുകളൊക്കെ അറിയുന്ന സമയത്തൊക്കെ. ഇങ്ങനെയൊന്നുമില്ല, ഇതുവരെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും പുറത്തോട്ടൊക്കെ യൂഷ്വലി ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാ ആളുകളൊക്കെ വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടോ? ആരെങ്കിലൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. മനസ്സിലാവും. പിന്നെ എന്താ വയലിൻ എന്നെ കൂടുതൽ പേര് കാണുമ്പോഴൊക്കെ വയലിന്റെ കൂടെ ആയിരിക്കുമല്ലോ, അപ്പൊ വയലിൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. വയലിൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യത കുറവാണ്, പക്ഷെ എന്നാലും ചോദിക്കാറൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്ന കൂട്ടത്തില് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഒരു മെമ്മറി ഏതാ ഇങ്ങനെ ആളുകൾ വന്ന് സംസാരിച്ച കൂട്ടത്തില്? അങ്ങനെ എനിക്കിതൊരു ഓർമ്മ കിട്ടണില്ല. ഇല്ല. സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ? എന്താ ഒരു വട്ടം പറ്റി, ഡിസംബർ 31 ആദ്യത്തെ എന്താ അതൊരു അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് ആയിരുന്നു, ആലപ്പുഴയിലെ ഒരു ബീച്ചിന്റെ ഫെസ്റ്റ് ആയിരുന്നു. അന്ന് ഞാൻ പരിപാടിക്ക് പോയി, സോളോ പെർഫോമൻസ് ആയിരുന്നു. എനിക്കൊരു 30 minutes ഫസ്റ്റ് കിട്ടി. അത് എന്താ സമയ പരിമിതി കാരണം എനിക്കത് പിന്നെയും കുറഞ്ഞ് എന്താ ഒരു 20 minute ആയി, അത് 10 minute ആയി, 5 minute ആയി. അവസാനം അത് വായിക്കാൻ തന്നെ പറ്റിയില്ല, ടെക്നിക്കൽ ഇഷ്യൂ കാരണം. സ്റ്റേജിലോട്ട് കയറി അവിടെ കയറിയിട്ട് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ട്രാക്കായിരുന്നു, സോളോ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടാബ് ഉണ്ടാവും, ടാബിൽ നിന്നാണ് പാട്ടൊക്കെ പ്ലേ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിങ് എല്ലാം അതിനകത്തുനിന്നാണ്. അപ്പം അത് ഇട്ടിട്ട് കേൾക്കണില്ല, വയലിൻ കേൾക്കുന്നുണ്ട് പക്ഷെ അത് വരുന്നില്ല. അപ്പോൾ ഒരു ടെക്നിക്കൽ ഇഷ്യൂ, അത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞു, ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് ഇറങ്ങിപ്പോ അങ്ങനെയല്ല, അതുകൊണ്ടല്ല എന്താ ഒരു പീക്കായിട്ട് നിൽക്കല്ലേ, ചിലപ്പോ ഒരു എന്താ അങ്ങനെ പീക്കായിട്ട് നിന്നപ്പോ ചേട്ടാ എന്താ ഒരു ഗ്യാപ്പ് വരുമ്പോ ഒരു ഡിലേ വരുമ്പോ അവർക്ക് ഒരു ഇറിറ്റേറ്റഡ് ഫീലിംഗ് ആയിരിക്കും. അല്ലാണ്ട് അങ്ങനെയല്ല, ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞത് ലൈക്ക് അടുത്ത പരിപാടിക്കുള്ള ഇതല്ല. അപ്പം ബീച്ച് ഫെസ്റ്റ് ആണ്, ഓരോ പരിപാടി അടുത്തായിട്ട് പെട്ടെന്ന് കയറും. പിന്നെ DJ, എന്റെ പരിപാടി കഴിഞ്ഞാൽ ഉടനെ DJ അതിന് വെയിറ്റിംഗ് ആയിട്ടിരിക്കുക. അപ്പൊ അതിനാണ് ഇങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്നാണ് കരഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത് അന്ന്. ബിക്കോസ് എന്താ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കരഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു സ്റ്റേജ് അതായി. അയ്യോ, അത് ബിക്കോസ് നമുക്ക് എന്താ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ എനിക്കെന്ന് വെച്ചാൽ എല്ലാ സ്റ്റേജും ഒരേപോലെയാണ്, എല്ലാം എനിക്ക് ഫസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. എല്ലാ സ്റ്റേജിൽ കയറുമ്പോഴും ഒരേപോലെ പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്, ഒരേപോലെ എല്ലാം ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് തന്നെ കണക്കാക്കിയിട്ട് തന്നെ കയറുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ചിച്ചിച്ചേട്ടൻ എന്നെ FM-ലോട്ട് കൊണ്ടുവന്നു. അതൊരു എന്തൊരു സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഈ പോസിറ്റീവ് കമന്റ്സ് നമ്മൾ കൂടുതലും കണ്ടുള്ളത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? ഏകദേശം ഇടക്കിടക്കൊക്കെ ഞാൻ നോക്കാറില്ല, അമ്മയും അപ്പനൊക്കെ ആയിരിക്കും നോക്കാറ്, ഡീൽ ചെയ്യുക, അവരായിരിക്കും ഡീൽ ചെയ്യുക. എങ്ങനെ പെട്ടെന്ന് ഈ നെഗറ്റീവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഉള്ളിലോട്ട് എടുക്കുന്ന കൂട്ടത്തിലാണോ, വിഷമം വരുന്ന കൂട്ടത്തിലാണോ? ഞാൻ ഈ വഴി കൂടി കേട്ട് ഈ വഴി കൂടി കളയും. അടിപൊളി, അങ്ങനെ വേണം. സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേരൊന്നും അങ്ങനെ അല്ല, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ കളയാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല.